This is Emil and Pathu from Z Talks. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അതെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കട്ടത്താടിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കട്ടത്താടിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ ഈ താടിന്റെ ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതെന്ന് വെച്ചാല് ഈ താടിയില്ലേ, ഇത് പൊളിയാണ്, ലുക്കാണ്, വികാരാണ്, അഹങ്കാരാണ്. ഇതിനെല്ലാം പുറമെ ഇത് വേറൊരു സാധനം കൂടിയാണ്. ഇവക്ക് എന്നോട് ഇടങ്ങേറാണ്. കഴിഞ്ഞ വീഡിയോയില് വേറൊരു കമന്റ് കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ താടിനെ പറ്റി കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ വീഡിയോയില് നമ്മളെ കംപ്ലീറ്റ് വെറൈറ്റി എന്താണെന്ന് വെച്ചാല് ഒരു താടിനെ പറ്റി പെണ്ണായ പാത്തുമായിരിക്കും കൂടുതൽ പറയുന്നത്. അതിലാണ് നമ്മൾ വെറൈറ്റി കണ്ടെത്തുന്നത്. അപ്പൊ ഈ താടിനെ പറ്റി ആൾക്കാരധികം പറയുമ്പോൾ കുറെ ടിപ്സ് പറയാറുണ്ട്. അതായത് താടി നല്ലോണം മസാജ് ചെയ്യണം, പിന്നെ താടി ഏതൊരു വീട്ടിൽ കണ്ട ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കണം, ആ ഭാഗത്ത് കണക്ഷൻ ഇല്ലെങ്കിൽ ആ കണക്ഷൻ ഇങ്ങനെ മുട്ടി വരുമെന്ന്. പിന്നെ ബിയർഡ് ഓയിൽ കുറെ പറയുന്നുണ്ടായിരുന്നു, വൈറ്റമിൻ ഇ പറയുന്നുണ്ടായിരുന്നു, കാസ്റ്റർ ഓയിൽ എന്നാണ് പറയുന്നത്, കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ അത് തേച്ചാൽ വരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം, ഇത് 75% to 80% ജനറ്റിക് ആണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടത്, ഈ താടി ഇല്ലാത്തവർക്ക് താടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്തിനാണെന്നറിയില്ല, അത് നോർമൽ മനുഷ്യന്മാർക്ക് ഉള്ളതാണ്. അതായത് ഇല്ലാത്ത സാധനത്തിനെ പറ്റി ഭയങ്കരമായ ആഗ്രഹം ഉണ്ടാവും. നമുക്ക് അത് കിട്ടിയെങ്കിൽ അത് വേണമായിരുന്നു, അതുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊളിയായെന്നുള്ള ഭയങ്കരമായ ആഗ്രഹമുണ്ട്. കുറെ ആൾക്കാരുടെ ചിന്ത എന്താ അറിയോ, ഈ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കട്ട താടിയും ബൈക്കും വേണമെന്ന്. ഇത് രണ്ടും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ കോളേജിൽ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക്, അതായത് ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആണുങ്ങളായിട്ട് നിങ്ങളെ കണക്കൂട്ടുന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഇല്ലേ, ആ കണക്കൂട്ടുന്ന ആൾക്കാരെ ഒഴിവാക്കുന്നതല്ലേ അല്ലേ. നമ്മൾ ഈ താടിയും ബൈക്കും നോക്കിയിട്ടില്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ, അത് നമുക്ക് വേണ്ട, വേണ്ട, നോ 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 നോ. അതുപോലെ താടി ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് കൂടുന്നില്ല കുറെ ചിന്ത ഉണ്ട്. നമുക്കൊക്കെ അറിയുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, താടിയില്ല പക്ഷെ അപാര പേഴ്സണാലിറ്റിയിലെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. കുറെ ആൾക്കാർ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ താടി വടിച്ചോണ്ട് കിളുത്ത് വരുന്നു. കുറെ ആൾക്കാർ പറയുന്നുണ്ട്. കുറെ ആൾക്കാർ എന്നുള്ളത് ഷേവ് ചെയ്തതിനെ കൊണ്ട് ഒരു കാര്യമില്ലാന്ന്. പക്ഷെ എന്റെ കാര്യത്തിൽ കുറെയൊക്കെ ഈ ഷേവിങ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് എപ്പോഴാന്ന് വെച്ചാല് ഒരു 8 പഠിക്കുമ്പോൾ പൊടിമീശ എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, ഈ പൂച്ചരോമം പോലത്തെ പൊടിമീശ എന്ന് പറയുന്നത് അതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇത് കത്രിക വെച്ചിട്ട് മുറിച്ചു കളഞ്ഞു. അപ്പൊ ഈ ഭാഗത്ത് മാത്രമായിട്ടൊരു വെള്ള, ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് മാത്രം വെള്ള. എന്നിട്ട് അന്ന് ക്ലാസ്സിൽ പോയപ്പോ പാത്തുവിന് ഇത് അറിയില്ല കേട്ടോ, പാത്തു അതെങ്ങനെ നോക്കുന്നേ. അപ്പൊ ഈ ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ വെള്ള കണ്ടിട്ട് അന്ന് ക്ലാസ്സിൽ പോയപ്പോ കുറെ ആൾക്കാർ ചോദിച്ചു, എടാ നിന്റെ മുഖത്ത് എന്തൊരു മാറ്റം? ഒന്നുമില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇതുണ്ടല്ലേ, ഞാൻ മീശ കളഞ്ഞിട്ടുണ്ടെന്നല്ലേ, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ഒരു ഭയങ്കര കടുങ്ങേറ് പോലെ. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇത് ഞാൻ എന്തോ ഒപ്പിച്ചു വെച്ചതാണ്, മീശ മുറിച്ചതെന്നല്ല മനസ്സിലായി. അപ്പോ അന്ന് എൻ്റെ ഒരു കസിൻ പറഞ്ഞു, എടാ ഒരിക്കലും ഇങ്ങനെ ഇവിടെ മാത്രമായിട്ട് ചെയ്യാൻ പാടില്ല, നീ ഷേവ് ചെയ്യണം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഉപ്പാന്റെ ഷേവിങ്സ് എടുത്തിട്ട് വെറുതെ വടിച്ചു നോക്കി. വടിച്ചപ്പോ എന്താ സംഭവിച്ചറിയാം, താടിയൊന്നും വന്നില്ല, പക്ഷെ മുഖത്തെ കച്ചറെല്ലാം പോയിട്ട് സ്കിന്നെല്ലാം പോയിട്ട് ഭയങ്കര വെളുപ്പ്. സത്യം ഭയങ്കര വെളുപ്പായിരുന്നു. അതിനുശേഷം ഞാൻ അതൊരു സ്ഥിരം പരിപാടിയാക്കി. അതായത് ഓരോ 2 ദിവസം കൂടുമ്പോൾ വെറുതെ പഠിച്ചുകൊണ്ടിരിക്കും. ഒരു രസം, ഈ വെറുതെ പഠിച്ചിട്ട് ക്രീമൊക്കെ ഇട്ട് കുറച്ച് പൗഡർ കിട്ടും, ഭയങ്കര ലുക്കാണ്. അന്നേരം ഭയങ്കര രസമായിരുന്നു. ഈ പ്രായത നോക്കണം, 8ാം ക്ലാസ് ആണ്. അങ്ങനെ 8ാം ക്ലാസ് തൊട്ട് ഫസ്റ്റ് ഇയർ വരെ, അതായത് ഫസ്റ്റ് ഇയറിൽ ഒരു സെക്കൻഡ് ഇയർ വരെ ഞാൻ താടി വെച്ചിട്ടേ ഇല്ല, ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് കിളുത്ത് വരുന്ന ഒരു ചെറിയൊരു രോമം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ഫോട്ടോ കാണിച്ചിട്ട് ഒന്ന് കണ്ടു. അണ്ണാക്കൊട്ടനെ പോലെ മുഖം. ഓക്കെ, അങ്ങനെ ഈ താടി കുറച്ച് കിളുത്ത് വന്നിട്ട് ഞാൻ ഒരു കോളേജില് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ മെൻസ് കോളേജാണ്, അവിടെ ലേഡീസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ അവിടെ താടി വെച്ചാലും ഇല്ലെങ്കിലും കുളിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ കണക്കായിരുന്നു, ആരും അങ്ങനെ മൈൻഡും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായില്ല. അപ്പൊ അവിടുന്ന് പിന്നെ നമ്മൾ ഷേവ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ തുടങ്ങി. അവിടുന്നാണ് എനിക്ക് 2ാമത്തെ ടിപ്പ് കിട്ടിയത്. ഷേവ് ചെയ്ത ഓൾറെഡി നമ്മൾ ഇല്ല രോമം കുറച്ച് കട്ടി കൂടുന്ന എനിക്ക് അന്നേരം മനസ്സിലായത്. അതായത് ഇതിങ്ങനെ വന്നു തുടങ്ങുന്നു. കാരണം എൻ്റെ ആ പ്രായത്തിൽ അന്നേരം ഉണ്ടായ കുട്ടികൾക്ക് കുറെ ആൾക്കാർക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ രോമം ഉണ്ടായിട്ടില്ല. അപ്പൊ അവർ എൻ്റെ മുഖത്തിൽ ഇങ്ങനെ പറയും, എടാ നിങ്ങൾക്ക് എത്ര താടിയും. അവർ അറിയില്ല ഞാൻ കുറെ വടിച്ച് ഉണ്ടാക്കിയതാണെന്ന്. അതായിരിക്കണം കേട്ടോ. പിന്നെ ബേസിക്കലി എൻ്റെ ഉപ്പാക്കും കുറച്ച് താടിയിലെ കൂട്ടത്തിലാണ്. അങ്ങനെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ പോയപാട് പിന്നെയും വടിക്കലൊക്കെ ആയിരുന്നു. പിന്നെ മനസ്സിലായി ഇവിടെ ഗേൾസ് ഒന്നും ആരും കാണാനില്ല എന്ന്. അങ്ങനെ ഇതിങ്ങനെ നീട്ടാൻ തുടങ്ങി. അവിടെ നിന്നാണ് 2ാമത് മനസ്സിലായി. അന്നേരം ഇവിടെ ഈ ജോയിന്റ് ഉണ്ടായിട്ടില്ല, ഈ 2 സൈഡിൽ ജോയിന്റ് ഇല്ല, അത് കുറവായിരുന്നു. അങ്ങനെ ഈ ജോയിന്റ് കുറഞ്ഞ സമയത്ത് ഞാൻ ഇത് നീട്ടി വെച്ചപ്പോ ഇതിങ്ങനെ വളർന്ന് വന്ന്
പിന്നെ ഇവിടെ ജോയിന്റ്. അപ്പൊ അതാണ് രണ്ടാമത്തത്. ഒന്ന് നിങ്ങൾ ആദ്യം എന്തായാലും ഷേവ് ചെയ്ത് കളയണം. കുറച്ച് കാലത്തേക്ക് എന്തായാലും ഷേവ് ചെയ്ത് കൊടുക്കണം. അതായത് കുറച്ച് കട്ടി വരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം ഇത് വളരാൻ വിടണം, കുറച്ചങ്ങ് വളരാൻ വിടണം. ആ വളർന്ന് അപ്പോഴാണ് ഇവഞ്ച്വലി എല്ലാ ഭാഗത്തും വന്നു തുടങ്ങാം. പിന്നെ നമ്മൾ ഒപ്പിക്കാൻ വേണ്ട. അല്ലാണ്ട് ഈ വന്നതിനെ തന്നെ ചെറുതായി മുറിച്ച് ഷേപ്പാക്കി കളിക്കുമ്പോൾ ഒരു ഫില്ല് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടൂല. അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങളിത് വളരാൻ വിടണം. ഈ വളരുന്ന ആ ഒരു സ്റ്റേജില് ഭയങ്കര അലമ്പായിരിക്കും, നമ്മളെ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഫോട്ടോ കൂടെ ഉണ്ട്, അതും കൂടി നോക്കിക്കോ. ഞാനിവിടെ ഇട്ടും. ഓക്കെ. പിന്നെ ചില ആൺകുട്ടിക്ക് പൊതുവെ ഒരു ധാരണ, കുറച്ച് കട്ടിത്താടിയും കുറച്ച് മീശലുണ്ടെങ്കിൽ പെൺകുട്ടികൾ നോക്കുന്നില്ലേ. ഈ ഇരിക്കുന്ന ഈ പാത്തൂനെ ഞാൻ വളർക്കുമ്പോൾ ഞാൻ ക്ലീൻ ഷേവ് ആയിരുന്നു. അതായത് ആഴ്ചയിൽ 1-2 ദിവസം എന്തായാലും ഞാൻ ക്ലീൻ ഷേവ് ആക്കി നടക്കുന്ന ഒരു കോലായിരുന്നു. ആ ഫോട്ടോ ഉണ്ട്, അതായത് ജോബിന് കയറിയ സമയത്ത്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ഒരു 2002 വടിച്ചു തുടങ്ങിയിട്ട് പിന്നെ കുറെ കാലം ക്ലീൻ ഷേവ് തന്നെ ആയിരുന്നു. ഇത് അധികം വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കല്യാണത്തിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടോ? അതിനും എനിക്ക് ഈ പറഞ്ഞ മീശയും താടിയില്ല. ഞാനപ്പോ പോയിന്റ് എന്താ പറഞ്ഞിരുന്നറിയാം, ഈ താടി ഉണ്ടെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് കൂടും, അല്ലെങ്കിൽ പിന്നെ താടി ഉണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ ആണായിട്ട് കാണുമോ, അങ്ങനെ ചിന്തയില്ലേ. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റിയേ പറ്റൂ. അങ്ങനെ ഒരു ഇതുമില്ല, അത് കംപ്ലീറ്റ്ലി മിസ്കൺസെപ്ഷൻ അല്ലേ. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. അതായത് ഞാൻ ഒരു ഡൗട്ടും ഇല്ലാതെ 100% പറയുന്നത് ഈ താടി മീശയും ലുക്കൊന്നല്ല, കുറെ മുടിയൊന്നല്ല വേണ്ടി, പേഴ്സണാലിറ്റി അല്ല ഭാഗത്തും അതുണ്ടെങ്കിലാണ് നമുക്ക് എല്ലാവരും പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുക. അതായത് ചില ആൾക്കാരിൽ നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർ മൊട്ടയൊക്കെ ഇരിക്കും, മൊട്ടയും മീശയും താടി ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അയാൾ കയറി വരുമ്പോൾ റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രസൻസ് ഇല്ലേ, അതാണ് മെയിൻ ആയിട്ട് ഉണ്ടാകേണ്ടത്. ഒരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്ക് ഒരാള് പ്രസൻസ് ഫീൽ ചെയ്യും. യെസ്, അവർ കയറി ഒരു പോസിറ്റീവ് എനർജി, അതിലാണ് മെയിൻ. അല്ലാണ്ട് ഈ താടിയും കാര്യമൊന്നുമല്ല. പിന്നെ താടി ഉള്ളവർ അവർ മോശമെന്നല്ല ഞാൻ പറയുന്നത്. താടി ഇല്ലവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യൽ വലിയ പണി തന്നെയാണ് അല്ലേ. ഇത് കുറെ ഡ്രൈ ചെയ്യല്, ബ്ലോ ഡ്രൈ ചെയ്തിട്ട് വലുതാക്കല്, ഇങ്ങനെ നീട്ടി വലിപ്പിക്കല്. ബ്ലോ ഡ്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഒരു പണി തന്നെയാണ്. അപ്പൊ അതും ഞാൻ പറയുന്നുണ്ട്. അതായത് കുറെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മൾ ഈ താടിയും മുടിയെല്ലാം നീട്ടി വളർത്തിയാൽ വൃത്തിയില്ലാതെ നടക്കുന്ന ആൾക്കാരാന്നൊരു ചിന്തയുണ്ട്. പക്ഷേ നമ്മളാണ് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ആൾക്കാർ. അപ്പൊ അതിനോട് ചോദിച്ചു നോക്കുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ഇത് ഇങ്ങനെ ചെയ്യാന്നില്ല, വൃത്തിയാക്കി സെറ്റാക്കി വെച്ച് ഇങ്ങനെ ചെയ്ത് അത് ചെയ്ത് ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അധികം ചെയ്യാൻ പറ്റുന്നില്ല. അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് നമ്മളെ കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒരു 2016 കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രേമം മൂവി കാണുന്നത്. പ്രേമം മൂവി കണ്ടപ്പോൾ നിവിൻ പോളി താടിയെല്ലാം വെച്ച് മീശെല്ലാം വെച്ചിട്ട് ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോൾ ഭയങ്കര പൂതി. ഫാത്തുവിനോട് ഞാൻ ഇങ്ങനെ താടി വെച്ചാലോ എന്ന് വെച്ച്. അപ്പൊ അത് പറഞ്ഞു വെച്ചോക്ക് രസമായിരിക്കും. ഞാൻ താടി വെക്കാൻ തുടങ്ങി. ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങി. എന്തൊരു അലമ്പെന്ന് അറിയാം. ഈ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ക്ലയന്റ് ഒക്കെ ചോദിക്കാൻ പറ്റി, ഇതെന്താ നീ ഇങ്ങനെ ഒരുമാതിരി വാട്ട് ഹാപ്പൻ ടു യു, സുഖമില്ലെന്നു ചോദിക്കാൻ തുടങ്ങി. അതായത് ടയേർഡ് ലുക്ക് വരും നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടാണുമ്പോൾ. എന്നിട്ട് കുറച്ച് കാത്തുനിപ്പാണ് അതൊന്ന് സെറ്റായി വന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കുറച്ചും കൂടി നീട്ടി വെച്ചാൽ മാത്രമേ കുറച്ചൊരു ലുക്ക് ഉണ്ടാവുന്നില്ലേ. അപ്പോൾ അതിന് പാത്തുവാണ് എനിക്ക് ഒരു ഇത് തന്നെ. അതായത് ആരെങ്കിലുമൊക്കെ നമ്മളോട് നല്ല വൃത്തി ഉണ്ടെന്ന് പറയണല്ലോ. പാത്തുവാണ് എന്നോട് പറഞ്ഞത് കൊള്ളാം നീട്ടി വെച്ചോന്നില്ല. പാത്തു എന്നെ മോശമാക്കി സത്യം പറഞ്ഞ. വീട്ടിൽ നിന്ന് ഇപ്പോഴും ഇവിടെ തന്നെയാണ് കാരണക്കാരി. അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പോഴും ഉമ്മ എന്നെ എപ്പോ കാണുമ്പോൾ പറയില്ല, എടാ ഇതൊന്ന് കുറക്കി, ഇതൊന്ന് വെട്ടിച്ചേർക്ക്, എന്നെ കാണുമ്പോൾ ഇനിയാണ് നമ്മൾ ഇതിന്റെ പ്രധാന പോയിന്റ് കിടക്കുന്നത്. അതായത് ഈ താടി കൂടുതൽ ഇല്ലേ, സംഗതി ഭയങ്കര ലുക്കൊക്കെ തന്നെ. പക്ഷെ വേറൊരു കാര്യം എന്താ പറയാ, ഇന്നലത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 88 ബോണാണെന്ന്. അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് നിങ്ങൾ 88 ബോണാ, ഞാൻ വെറുതെ നിങ്ങൾ ഇത്രയും കാലം ഇക്കാന്ന് വിളിച്ചതെന്ന്. ഇത് പെട്ടെന്ന് വയസ്സ് തോന്നിക്കും. 31 years old ആണെന്ന് ആരും പറയൂല. എനിക്ക് തന്നെ നമ്മൾ അവിടെ ഉള്ള ക്ലയൻസ് ഒക്കെ 50 years old ക്ലയൻസ് ഒക്കെ എനിക്കാണ് രമീലിക്കാന്ന് വിളിക്കുന്നത്. സത്യം. പിന്നെ കുറെ മോട്ടിവേഷൻ ചെയ്തപ്പോ ആൾക്കാർ വിചാരിക്കും എന്തോ വലിയ പ്രായമുള്ള ആരും വിചാരിക്കൂല. ഇതുണ്ടെങ്കിൽ അതായത് താടി ഇല്ലാത്തവർക്കില്ല ഒരു ഗുണാണ്. നിങ്ങളൊരു 30 years ഒക്കെ ആകുമ്പോല്ലേ ഇവ ലുക്ക് യങ്, നിങ്ങളൊരു 40 ആകുമ്പോൾ കുറച്ചും കൂടി യങ്ങായി തോന്നും. അപ്പോൾ ഈ താടിയൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് എന്തായാലും വളരും. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ ലുക്കിൽ നടന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കളവനാകുമ്പോൾ നമ്മളെ കൂടെ താടി ഇല്ലാത്തവരല്ലേ അവർ നല്ല ലുക്കിൽ നടക്കും. അപ്പൊ നമ്മിങ്ങനെ നോക്കി താടി വരണ്ടേനു വന്നു. ഇപ്പൊ എന്റെ താടി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെ എത്തുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നല്ലോണം കൂടുതൽ എനിക്ക് ചില സമയത്ത് തോന്നും ഇത് എന്തൊരു അധികമാണെന്നില്ല. അപ്പൊ താടി ഉള്ളവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. അപ്പൊ ഇത്രല്ലേ ഞാൻ പറഞ്ഞ എന്തിനറിയാം, നമ്മൾ ഈ താടി വരാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുണ്ട. ചിലപ്പോ നമ്മൾ ഈ വേണ്ടാത്ത
ബിയർഡ് ഓയിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വാരി തേച്ചാൽ ചിലപ്പോൾ നമ്മളെ മുഖത്ത് സ്കിന്നിനൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അറിയാണ്ട് എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ താടി അതിൻ്റെ സമയമാകുമ്പോൾ വരും. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും താടി വരും. അത് നിങ്ങളെ പ്രായത്തിന് മുന്നേ നിങ്ങൾ ആ താടി വരുത്തിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്താൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പഠിച്ചുകൊണ്ടെന്ന് പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടെന്ന് പറഞ്ഞില്ലേ, +2 ഒക്കെ ആയ സമയത്ത് എൻ്റെ മുഖത്ത് ഫുൾ കുരുവായിരുന്നു, മൊത്തം പ്രശ്നമായിരുന്നു ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട്. പിന്നെ ബ്ലേഡ് അലർജി എന്നൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെ ഞാൻ ട്രിമ്മർ മാത്രം യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളും അതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ താടി വരാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, കണ്ടമാനം വീഡിയോസ് ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കട്ടത്താടി വരാൻ വേണ്ടി ഞാൻ ആയിട്ട് ചെയ്തൊന്നുമില്ല, കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് സത്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരാൻ വിട്ടതാണ്. പിന്നെ നമുക്കിത് വളർന്നു വന്നതിന് ശേഷം കുറച്ച് രസമുണ്ടെന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ വെച്ച് തുടങ്ങിയത്. അല്ലാതെ ഇതിൻ്റെ ബാക്കിൽ ഞാനൊന്നും ചെയ്യില്ല. പിന്നെ ഇടയ്ക്ക് തലയിൽ എണ്ണ തേക്കുന്ന സമയത്ത് താടിക്കും എണ്ണ തേക്കാറുണ്ട്, വേറെ കാര്യമായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. അപ്പൊ ഈ എൻ്റെ ഒരു കഥയും കുറച്ച് സംഭവങ്ങളിൽ പറഞ്ഞിട്ട് ഞാൻ ആകെ കൂടി പറയാൻ ഉദ്ദേശിച്ചത് 3 കാര്യങ്ങളാണ്. അതായത് ഈ താടിയും ഈ ലുക്കൊന്നല്ല നമ്മളെ പേഴ്സണാലിറ്റി, അത് നമ്മളെ സ്വഭാവവും നമ്മളെ പ്രസൻസും നമ്മളെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങില്, അതൊക്കെയാണ് നമ്മളെ പേഴ്സണാലിറ്റി. അതായത് കുറച്ച് ആൾക്കാർ വന്ന് നിങ്ങളോട് സംസാരിച്ചാൽ, പിന്നെ ആരെങ്കിലും നിങ്ങളോട് വന്ന് സംസാരിച്ചാലേ അവർക്ക് സന്തോഷം തോന്നണം. ആ ഒരു എനർജി നിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ട്, അല്ലാണ്ട് നിങ്ങളെ കുറെ താടിയും കുറെ ലുക്കും ഒന്നല്ല, അതിൽ വലിയ കാര്യമില്ല. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത്, താടി അതിന്റെ സമയമാകുമ്പോൾ വന്നോളൂ. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് വെറുതെ വേണ്ടാത്ത സൈഡ് എഫക്റ്റ് വാങ്ങി വരുത്തണ്ട, വിളിച്ചു വരുത്തണ്ട. അത് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ മൂന്നാമത്തെ കാര്യം, അതായത് ഈ താടി ഇല്ലതില്ലേ, താടിയുള്ളവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയേ പറ്റും. ഇതിങ്ങനെ ഒപ്പിച്ച് വെക്കില്ല, രാവിലെ എണീച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത് ഒപ്പിക്കാൻ പോകണം. കാരണം ഇത് മുഖത്തല്ലേ, ഇതിങ്ങനെ കാടനെ പോലെ ഒന്നും ഭയങ്കര അലമ്പല്ലേ. അപ്പൊ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ കുറെ പണിയുണ്ട്. അതും ഡ്രസ് ചെയ്താലും ഇത് ഇങ്ങനെ ഭയങ്കര സത്യം, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാണ് സത്യം. നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിൽ കുറെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ അതിനെപ്പറ്റി പറയാത്തെന്ന് ചോദിച്ചിട്ട്. സംഗതി ഒന്നുമില്ല, ചെറിയ പരിപാടിയാണ്. അതായത് നമ്മുടെ നിക് വ്ലോഗ്സ് ഒരു ചെറിയൊരു ഗെയിമിംഗ് സെഷൻ വെച്ചിട്ടായിരുന്നു, കേരളത്തിലെ യൂട്യൂബേഴ്സിനൊക്കെ വെച്ചിട്ട് ഒരു ഗെയിമിംഗ് സെഷൻ. അതായത് ലൈവായിട്ട് റോക്ക് പേപ്പർ സിസറിലെ ആ ഗെയിം ലൈവായിട്ട് ഒരു 16 ആൾക്കാർ കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചാരിറ്റി ആയിരുന്നു മെയിൻ. ആ ലൈവ് സെഷന്റെ ചാരിറ്റിയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു 40,000 റുപ്പീസ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരള യൂട്യൂബേഴ്സിന്റെ പേരിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. ആ 40,000 അതിന്റെ ഇതിൽ നിന്ന് വന്നാണ്, അതായത് അതിന്റെ റവന്യൂ എന്ന് വന്നാണ്, ആ ഗെയിമിന്റെ റവന്യൂസ്. അതായത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ പേര് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ വന്നാണ്. പിന്നെ ആ ഒരു ഗെയിമില് ഞാനായിരുന്നു ഫസ്റ്റ്. അതായത് അതിനൊരു 10,000 റുപ്പീസ് പ്രൈസ് മണി ഉണ്ടായിരുന്നു. അതും കുറെ ആൾക്കാർ ചോദിച്ചു, ഈ പ്രൈസ് മണി എന്താ ചെയ്ത്, നിങ്ങൾ വേറെ ചെലവാക്കിയോ, എന്താ ചെയ്ത്, അതിനെപ്പറ്റി ഒന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് കുറെ കമന്റ് വന്നിട്ടായിരുന്നു. അത് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ നിക്കിന്റെ ഒന്നും വാങ്ങിയിട്ട് വരില്ല. നിക്കിന് അത് നേരെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോവുകയും ചെയ്ത് ഞാൻ എടുത്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ ശരിക്കും നിർത്തുകയാണ്. സോ ഫ്രണ്ട്സ്, thank you for watching our video. If you find this interesting, please share with your friends and family. അങ്ങനല്ലേ വാത്തു? Bye. Bye.